Hi everyone. Last class we have studied about electrical actuating system. In that topic we have studied solenoids. So today we will be discussing about electrical motors. Electrical motors are devices that accept electrical input and produce a continuous rotation as a result. അതായത് ഇലക്ട്രിക്കൽ മോട്ടോഴ്സ് നമുക്കറിയാം ഒരു ഇലക്ട്രിക്കൽ ഇൻപുട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു മെക്കാനിക്കൽ റൊട്ടേഷൻ തരുന്നൊരു ഡിവൈസാണ് ഇലക്ട്രിക്കൽ മോട്ടോഴ്സ്. മോട്ടോർ സ്റ്റൈൽസ് ആൻഡ് സൈസസ് വാരി ആസ് ഡിമാൻഡ് ഫോർ റൊട്ടേഷണൽ സ്പീഡ്, സ്റ്റാർട്ടിംഗ് ടോർക്ക്, റൊട്ടേഷണൽ ടോർക്ക് ആൻഡ് അതർ സ്പെസിഫിക്കേഷൻസ് വാരി. അതായത് മോട്ടോറിൻ്റെ സ്റ്റൈലും സൈസസും എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേരി ചെയ്യും. റൊട്ടേഷണൽ സ്പീഡിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക്, ഇപ്പോൾ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റൈലിലായിരിക്കും. ഇപ്പോൾ ഡി സി ഷണ്ട് മോട്ടറും ഡി സി സീരീസ് മോട്ടറിലും എന്താണ് ഡിഫറെൻറ്റ് കണക്ഷൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡി സി സീരീസ് മോട്ടർ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മോട്ടറാണ്. ആൻഡ് റൊട്ടേഷണൽ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് മാറും. മോട്ടറിൻ്റെ സ്റ്റൈൽസും സൈസും വേരി ചെയ്യും. And there are many types of electrical motors, each with its special set of characteristics: DC motor, AC motor, stepping motor, etc. But different types of DC motors, different types of electrical motors available are DC motors, AC motors, stepping motors. So ഒരു കൺവെയർ സിസ്റ്റം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇലക്ട്രിക്കൽ മോട്ടോർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാം. അതേപോലെ ഒരു വാൾവ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മോട്ടോർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതേപോലെ ലീനിയർ മോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം മോട്ടോഴ്സ് ഉപയോഗിച്ച് ചെയ്യാം. സോ ഇവിടെ ഒരു ലീനിയർ ആക്ച്വേറ്ററിൽ നമ്മൾ എന്താണ് ഒരു ഡി സി മോട്ടോർ ഉപയോഗിച്ചിട്ട് ഈ ലീനിയർ ആക്ച്വേറ്ററിനെ ലീനിയർ മോഷൻ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഗിയർ ബോക്സ് റൊട്ടേറ്റ് ചെയ്യും. അതിനനുസരിച്ച് ഈ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു ലീനിയർ മോഷൻ ക്രിയേറ്റ് ആവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഗിയർ ബോക്സ് റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ഈ സ്ക്രൂ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ടൈറ്റൻ ചെയ്യും, ക്ലോസ് അതേപോലെ ലൂസ് ആവുകയും ചെയ്യും. ആ സമയത്ത് ഒരു ലീനിയർ മോഷൻ ക്രിയേറ്റ് ആവുന്നു. ദാറ്റ് റൊട്ടേഷണൽ മോഷൻ എന്തായിട്ട് കൺവേർട്ട് ആയി ഒരു ലീനിയർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്തു. ഏത് ഉപയോഗിച്ചിട്ട് ഡി സി മോട്ടോർ ഉപയോഗിച്ചിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് കോമ്പണൻസ് ഓഫ് ഡി സി മോട്ടോർ. ഡി സി മോട്ടോറിൽ കോമ്പണൻസ് പറയുന്നത് സ്റ്റാർട്ടർ ഉണ്ട്, അതേപോലെ ഒരു ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. ഫീൽഡ് വൈൻഡിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫീൽഡ് വൈൻഡിങ് ഇല്ല, ഇലക്ട്രോ മാഗ്നറ്റിന് പകരം പെർമനൻറ്റ് മാഗ്നറ്റാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫീൽഡ് വൈൻഡിങ് വേണ്ട, പെർമനൻറ്റ് മാഗ്നറ്റാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഒരു ആർമേച്ചറിന് ആർമേച്ചറിനെ വൗണ്ട് ചെയ്തിട്ട് ആർമേച്ചർ വൈൻഡിങ് ഉണ്ട്. ദെൻ കമ്മ്യൂട്ടേറ്റേഴ്സ് ഉണ്ട്, ഷാഫ്റ്റ് ഉണ്ട്, ബ്രഷസ് ഉണ്ട്. സോ ദീസ് ആർ ദ കോമ്പണൻസ്. നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് ഡി സി മോട്ടർ. സോ വർക്കിങ്ങിൽ ഡി സി മോട്ടറിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് വർക്കിംഗ് ഓഫ് ഡി സി മോട്ടർ ഈസ് ദാറ്റ് വെൻ എ കറന്റ് carrying conductor placed in a magnetic field it experiences a force is called Lorentz force. അപ്പോൾ ആ ഫോഴ്സ് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കോയിൽ ഒരു സപ്ലൈ കൊടുത്തിട്ട് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു പെർമനൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഈ കാണുന്ന പോലെ നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് ഫിംഗേഴ്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ പോയിൻറ്റിംഗ് ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതേപോലെ കറണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ, ദെൻ ഫൈനലി തമ്പ് ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് വരുന്നത്. ഇനി ഈ കോയിലൂടെയുള്ള കറണ്ട് എന്താണ് ഈ ഡയറക്ഷനിലാണ്. സോ ഫോഴ്സ് എന്തായിരിക്കും മുകളിലോട്ടേക്കായിരിക്കും. ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വയർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. സോ വയറിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പം ഇവിടെ ഇപ്പം എന്താണ് ഒരു കോയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഡിഫറെൻറ്റ് ഇപ്പോൾ നമ്പർ ഓഫ് കോയിൽസ് കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാകുന്ന ഓരോ കോയിലും ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഫൈനലി അവിടെ എന്ത് റൊട്ടേറ്റിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ആവും. ഇപ്പം ഈ ഇതിൽ കാണുന്ന പോലെ ഒരു റൊട്ടേഷൻ ഫോഴ്സ് ക്രിയേറ്റ് ആവും. ഫൈനലി അത് റൊട്ടേറ്റ് ചെയ്യും. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡി സി മോട്ടോർ. അപ്പോൾ മെനി ഡി സി മോട്ടോർ യൂസ് ഇലക്ട്രോ മാഗ്നറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്. പെർമനൻറ്റ് മാഗ്നറ്റിന് പകരം അധികം ഇലക്ട്രോ മാഗ്നറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് ആണെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ഡി സി മോട്ടോർ. ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഒരു കോയിൽ വൗണ്ട് ചെയ്തിട്ട്, അപ്പം ആ കോയിൽ വൗണ്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന മോട്ടോഴ്സിനെ വൗണ്ട് ഫീൽഡ് മോട്ടോഴ്സ് എന്ന് പറയും. ആ വൗണ്ട് ഫീൽഡ് മോട്ടോഴ്സ് ആണ് ഇതൊക്കെ. അപ്പം ഇവിടെ എന്താണ് കോയിൽ ഇലക്ട്രോ മാഗ്നറ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിനെ വൗണ്ട് ഫീൽഡ് മോട്ടോഴ്സ് പറയും.
സോ ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DC മോട്ടോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൺ ഫീൽഡ് മോട്ടോഴ്സ് ഉണ്ട്, ഷണ്ട് മോട്ടോഴ്സ്, സീരീസ് മോട്ടോർ ആൻഡ് കോമ്പൗണ്ട് മോട്ടോർ. അപ്പം സീരീസ് മോട്ടോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സീരീസ് ആയിട്ടായിരിക്കും ആർമേച്ചറും അതേപോലെ ആർമേച്ചറും വൈൻഡിങ്ങും ഫീൽഡ് വൈൻഡിങ്ങും കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സപ്ലൈക്ക് സീരീസ് ആയിട്ടാണ് ആർമേച്ചറിൻ്റെ ഒരു കോയിലിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്തില്ലേ. നെക്സ്റ്റ് എൻഡ് എടുത്തിട്ട് ഫീൽഡിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്തു. ഫീൽഡിൻ്റെ അതർ എൻഡ് എടുത്തിട്ടാണ് നമ്മൾ സപ്ലൈയുടെ അതർ എൻഡിലേക്ക് കണക്ട് ചെയ്യുന്നത്, നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആർമേച്ചറിൻ്റെ ഒരു എൻഡ് സപ്ലൈയുടെ ഒരു എൻഡ് എടുത്തിട്ട് നമ്മൾ ഇവിടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ദെൻ ആർമേച്ചറിൻ്റെ അതർ എൻഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഫീൽഡിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്തു. ദെൻ ഫീൽഡിൻ്റെ അതർ എൻഡ് ഇതെടുത്തിട്ട് നെഗറ്റീവിലേക്ക് കൊടുത്തു. അപ്പോൾ ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത മോട്ടോഴ്സിന് സീരീസ് മോട്ടോർ എന്നും, അതേപോലെ പാരലായിട്ട് നമ്മളെ ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഷണ്ട് മോട്ടോഴ്സ് എന്ന് പറയും. അതായത് സപ്ലൈയുടെ പോസിറ്റീവ് സൈഡ് എടുത്തിട്ട് ഫീൽഡ് വൈൻഡിങ്ങിനും അതേപോലെ തന്നെ ആർമേച്ചർ വൈൻഡിങ്ങിനും കണക്ട് ചെയ്തു. ദെൻ ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ അതർ എൻഡും ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ അതർ എൻഡും നെഗറ്റീവ് സപ്ലൈയിലേക്കും കണക്ട് ചെയ്തു. ഈ രീതിയിലുള്ള കണക്ഷനിൽ ഷണ്ട് മോട്ടർ എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് മോട്ടറിൽ എന്താണ്, ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ടാവും, അതേപോലെ ഷണ്ട് ഫീൽഡും ഉണ്ടാവും, അതേപോലെ സീരീസ് ഫീൽഡും ഉണ്ടാവും. രണ്ട് ഫീൽഡ് ഉള്ളതാണ് കോമ്പൗണ്ട് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ സീരീസ് മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രൊവൈഡ് വെരി ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആൻഡ് ബട്ട് സ്പീഡ് കൺട്രോൾ ഡിഫിക്കൽട്ടാണ്. സോ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആവശ്യമായ സ്ഥലങ്ങളിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് മോട്ടോർ യൂസ് ചെയ്യാം. ഇപ്പം ഒരു വാൾവ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഹൈ സ്റ്റാർട്ടിങ്, പെട്ടെന്ന് ഇനീഷ്യലി റെസ്റ്റ് ആയിരിക്കുന്ന സാധനം പെട്ടെന്ന് ഓപ്പൺ ആയി അന്നേരം ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമാണ്. ആ കേസസിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ DC സീരീസ് മോട്ടോഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾക്ക് കാണാം എന്തുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ഈ ആർമേച്ചറിലൂടെ പോകുന്ന കറണ്ടിനും അതേപോലെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിനും പ്രൊപ്പോർഷനാണ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിനും പ്രൊപ്പോർഷനാണ്. ദാറ്റ് ഈസ് നമുക്കറിയാം കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അപ്പോൾ എന്തിനൊക്കെയാണ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് ആ കറണ്ടിന് ഈ ആർമേച്ചറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനും അതേപോലെ തന്നെ അവിടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡും. അപ്പം ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് IA, ആ IA തന്നെയാണ് ഏതിലൂടെയും ഫ്ലോ ചെയ്യുന്നത്, ഫീൽഡിലൂടെയും ഫ്ലോ ചെയ്യുന്നത്. IA ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ T എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനും അതേപോലെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിനും. സോ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിനു പ്രൊപ്പോർഷണൽ ആയിരിക്കും, IAക്ക് പ്രൊപ്പോർഷണലാണ്. സോ T is proportional to phi into IA and phi is proportional to IA, therefore T is proportional to I square. T അപ്പോൾ എന്താണ്, I square proportional to I square ആണ്. So it provides high starting torque. ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോട്ടറാണ് സീരീസ് മോട്ടർ. ആൻഡ് ഇതിലിപ്പം സ്പീഡ് കൺട്രോൾ ഇതിൽ ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലോഡിൽ എന്ത് സംഭവിക്കുന്നു, ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്പീഡ് കുറയും. സ്പീഡ് കുറയുമ്പം എന്താണ് അവിടെ ബാക്ക് EMF കുറയും. ബാക്ക് EMF ഇക്വേഷൻ നമുക്കറിയാം AB = 5ZNP/60A ആണ്. സോ N കുറയുന്ന സമയം N B യും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ N കുറയുന്ന സമയത്ത് ബാക്ക് EMF കുറയും. ബാക്ക് EMF കുറയുന്ന സമയത്ത് അവിടുത്തെ നെറ്റ് വോൾട്ടേജ് ഇൻക്രീസ് ആവും. കാരണം ബാക്ക് EMF എന്ന് പറയുന്നത് ഒപ്പോസിങ് വോൾട്ടേജ് ആണ്. സോ അത് കുറയുന്ന സമയത്ത് നെറ്റ് വോൾട്ടേജ് ഇൻക്രീസ് ആവും. വോൾട്ടേജ് ഇൻക്രീസ് ആവുന്ന സമയത്ത് എന്താ കറണ്ട് കൂടും. കറണ്ട് കൂടുമ്പം എന്ത് സംഭവിക്കും, ഇതിലൂടെയുള്ള കറണ്ട് കൂടുന്ന സമയത്ത് ഇതിലൂടെയുള്ള ഫ്ലക്സ് ഫൈ ദാറ്റ് ഈസ് N ഈസ് പ്രൊപ്പോർഷണൽ ടു EB ബട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ്. സോ ഫ്ലക്സ് കൂടുന്ന സമയത്ത് എന്താണ് Nൻ്റെ സ്പീഡ് N കുറയും. ദാറ്റ് ഈസ് Nൻ്റെ വാല്യൂ സ്പീഡ് കുറയും. അപ്പോൾ സ്പീഡ് കൺട്രോൾ ഡിഫിക്കൽട്ടാണ്. പക്ഷേ എങ്കിൽ ടോർക്ക് എന്താണ് കൂടുന്നുണ്ട്, പക്ഷേ I കൂടുന്നതുകൊണ്ട് ടോർക്ക് കൂടുന്നുണ്ട്. പക്ഷേ എങ്കിൽ എന്താണ് ഫ്ലെക്സിൽ വേരിയേഷൻ വരുന്നതുകൊണ്ട് സ്പീഡിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. സോ സ്പീഡ് കൺട്രോളിന് ഡിഫിക്കൽട്ടാണ് ഏത് സീരീസ് മോട്ടോർ.
അപ്പം നമ്മൾക്ക് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമുള്ള എടുക്കുക, സ്പീഡ് കൺട്രോൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ, സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം? DC സീരീസ് മോട്ടോഴ്സ് ഉപയോഗിക്കാം. ഇനി ഷണ്ട് മോട്ടോറിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം IA ISHും, അതായത് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് IA എന്നും പറയാം, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് ISH എന്നും പറയാം, ഫീൽഡിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. ദാറ്റ് ഈസ് ഇപ്പം ഇത് പാരലായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് ഇത് രണ്ടും ഡിഫറെൻറ്റ് കറണ്ട് ആയിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ മാക്സിമം കറണ്ട്, അതായത് ആർമേച്ചർ വൈൻഡിങ്ങിലൂടെ മാക്സിമം കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലായിട്ട് എടുക്കുക. ദാറ്റ് ഈസ് ബൈ ഡിക്രീസിങ് ദ ഡയമീറ്റർ ഓഫ് ദ കോയിൽ. ആ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കോയിലിൻ്റെ ഡയമീറ്റർ റിഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. സോ അതുകൊണ്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിലൂടെയുള്ള കറണ്ട് കുറവായിരിക്കും. പക്ഷേ എങ്കിൽ ഫ്ലെക്സ് ലിങ്കേജ് അല്ലെങ്കിൽ ഫ്ലെക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഫീൽഡ് വൈൻഡിങ്ങിലുള്ള കറണ്ട് കുറവാണ്, ബട്ട് എന്താണ്, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്തിട്ട് ഫ്ലെക്സ് ലിങ്കേജ് കൂടുതലായിരിക്കും. ആൻഡ് അപ്പം ഇതിലൂടെയുള്ള കറണ്ട് കുറവായിരിക്കും. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, 5 ആയിരിക്കും. ആൻഡ് ഈ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐന് പ്രൊപ്പോർഷൻ ആയിരിക്കും. T ഈസ് പ്രൊപ്പോർഷണൽ ടു K × 5A ആണ്. ബട്ട് എന്താണ്, 5 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ T ഈസ് പ്രൊപ്പോർഷണൽ ടു I ആണ്. അപ്പം സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവാണ് ഇതിൽ DC ഷണ്ട് മോട്ടറിൽ. അപ്പം ബട്ട് ഗുഡ് സ്പീഡ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു മോട്ടറാണ് ഏത്? DC ഷണ്ട് മോട്ടോർ. ദാറ്റ് ഈസ് ഇപ്പം നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, സ്പീഡ് കുറയുന്ന സമയത്ത് ബാക്ക് EMF കുറയും, ബാക്ക് EMF കുറയുന്ന സമയത്ത് നെറ്റ് വോൾട്ടേജ് ഇൻക്രീസ് ആവും, നെറ്റ് വോൾട്ടേജ് ഇൻക്രീസ് ആവുന്ന സമയത്ത് ഇതിലൂടെയുള്ള കറണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിലൂടെയുള്ള കറണ്ട് കൂടുന്ന സമയത്ത് എന്താണ്, ടോർക്ക് കൂടും. ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. സോ എന്താണ്, ഒരു സെൽഫായിട്ട് സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് DC മോട്ടോർ. സോ സ്പീഡ് കൺട്രോൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ DC ഷണ്ട് മോട്ടോഴ്സ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഫോർ കൺവേ സിസ്റ്റത്തിലൊക്കെ നമുക്ക് എന്താണ്, ഷണ്ട് മോട്ടോഴ്സ് യൂസ് ചെയ്യാം. And series field DC motor, the motor has a large starting torque but it is difficult to speed control and good in application for starting heavy and non-mobile loads, and where speed control is not important, such as for quick opening valves. And shunt field DC motors, the motor has a smaller starting torque but good speed control. Already പറഞ്ഞു, speed control starting torque കുറവാണ്, but speed control പ്രൊവൈഡ് ചെയ്യുന്നൊരു മോട്ടറാണ്. ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ വേരിങ് ദ ഗുഡ് സ്പീഡ് കൺട്രോൾ characteristics produced by varying armature excitation current, and good in application where speed to be controlled, such as in conveyor systems. And compound field DC motors, this motor attempts to obtain the best features of the both two previous types. That is, ഇപ്പം കോമ്പൗണ്ടിൻ്റെ കേസിൽ വരുന്ന സമയത്ത് DC മോട്ടോറിൽ നമുക്ക് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് സീരീസ് മോട്ടറിൽ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും, അതേപോലെ ഷണ്ട് മോട്ടോറിൽ സ്പീഡ് കൺട്രോൾ ഗുഡ് സ്പീഡ് കൺട്രോളും പ്രൊവൈഡ് ചെയ്യും. ഇത് രണ്ട് ഫീച്ചേഴ്സും ഏത് പ്രൊവൈഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഫീൽഡ് DC മോട്ടോഴ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പം തന്നെ ഈ രണ്ട് കേസസും ആവശ്യമുള്ളിടക്ക് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കോമ്പൗണ്ട് ഫീൽഡ് DC മോട്ടോഴ്സ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും അതേപോലെ തന്നെ ഗുഡ് സ്പീഡ് കൺട്രോളും ആവശ്യമുള്ള കേസിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? കോമ്പൗണ്ട് ഫീൽഡ് DC മോട്ടോഴ്സ് യൂസ് ചെയ്യാം. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DC മോട്ടോഴ്സ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.